എല്ലാവർക്കും നമസ്കാരം. ബേസ് അക്കാഡമിയുടെ മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ശബ്ദം എന്ന വിഭാഗമാണ്. ശബ്ദത്തെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് വാചകം, രണ്ട് ദ്യോതകം. വാചകം എന്നാൽ തനിയെ നിൽക്കുമ്പോൾ അർത്ഥമുള്ള എല്ലാ ശബ്ദങ്ങളും വാചകമാണ്. ഉദാഹരണം: കോട്ടയം, മേശ, കസേര, പുസ്തകം, നടക്കുന്നു, വെളുത്ത, കറുത്ത, ആന, ഇങ്ങനെ അർത്ഥമുള്ള എല്ലാ പദങ്ങളെയും, തനിയെ നിൽക്കുമ്പോൾ തന്നെ അർത്ഥമുള്ള എല്ലാ പദങ്ങളെയും നമ്മൾക്ക് വാചകമെന്ന് പറയാം. എന്നാൽ ദ്യോതകമാകട്ടെ തനിയെ നിൽക്കുമ്പോൾ അർത്ഥമില്ലാത്തതും മറ്റു പദങ്ങളോട് ചേരുമ്പോൾ മാത്രം അർത്ഥമുള്ളതുമായ ശബ്ദം. എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. രാമനും സീതയും എന്ന് പറയുമ്പോൾ ഉമ്മിന് അർത്ഥമുണ്ട്. അതുപോലെ കൊണ്ട് തനിയെ നിൽക്കുമ്പോൾ അർത്ഥമില്ല. പേന കൊണ്ടെഴുതി എന്ന് പറയുമ്പോൾ കൊണ്ടിന് അർത്ഥമുണ്ട്. ഊടെ തനിയെ നിൽക്കുമ്പോൾ അർത്ഥമില്ല. എന്നാൽ റോഡിലൂടെ നടക്കാൻ അപ്പുവിന് ഭയമാണെന്ന് പറയുമ്പോൾ ഊടേക്ക് അർത്ഥമുണ്ട്. അപ്പൊ കൊണ്ട്, നിന്ന്, തൊട്ട്, വരെ, ഊടെ, വെച്ച് എന്നീ പദങ്ങൾക്കൊക്കെ തനിയെ നിൽക്കുമ്പോൾ അർത്ഥമില്ലാത്തതാണ്. ഇന്ന് തൊട്ട് ഞാൻ പഠിക്കാം, ഇന്ന് വരെ ഞാൻ പഠിച്ചിട്ടില്ല. ഇവിടെ മറ്റു പദങ്ങളോട് ചേരുമ്പോൾ മാത്രമാണ് ഇവയ്ക്ക് അർത്ഥം വരുന്നത്. അപ്പോൾ തനിയെ നിൽക്കുമ്പോൾ അർത്ഥമില്ലാത്തതും മറ്റു പദങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ അർത്ഥമുള്ളതുമായ ശബ്ദമാണ് ദ്യോതകം. ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. വാചകം എന്നാൽ തനിയെ നിൽക്കുമ്പോൾ തന്നെ അർത്ഥമുള്ളത്, ദ്യോതകം എന്നാൽ തനിയെ നിൽക്കുമ്പോൾ അർത്ഥമില്ല, മറ്റു പദങ്ങളുടെ കൂടെ ചേരുമ്പോൾ മാത്രം അർത്ഥമുള്ള ശബ്ദം. ഇതിൽ വാചകത്തെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് നാമം, രണ്ട് ക്രിയ, മൂന്ന് ഭേദകം. നാമം എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ പേരായ ശബ്ദം. രാമൻ, കോട്ടയം, ആന, പുസ്തകം, ലോകം, ഇതൊക്കെ നാമത്തിന് ഉദാഹരണമാണ്. ക്രിയ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദം. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, ഉറങ്ങുന്നു, കളിക്കുന്നു, തിന്നുന്നു, പഠിക്കുന്നു, വായിക്കുന്നു, ഇതൊക്കെ ക്രിയയാണ്. ഭേദകം എന്നാൽ വിശേഷണം. നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു വസ്തുവിനെ വിശേഷിപ്പിക്കാനായിട്ട് ചില പദങ്ങൾ ചേർക്കും. ചെന്താമര, നീലാകാശം, മഞ്ഞക്കിളി, ചെറിയ കുട്ടി, പതുക്കെ നടന്നു, വേഗത്തിലോടി. ഇപ്പോൾ നമ്മൾ ഈ പദങ്ങളെയൊക്കെ വിശേഷിപ്പിക്കാനായിട്ട് ആദ്യം ചേർത്തിട്ടുള്ള പദങ്ങളെല്ലാം ഭേദകം അല്ലെങ്കിൽ വിശേഷണം. ഇനി നമ്മൾക്ക് നാമത്തിലേക്ക് പോകാം. നാമത്തെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. ദ്രവ്യനാമം എന്നാൽ നാമം തന്നെയാണ്. സാധനത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ പേരായ ശബ്ദം, അതാണ് ദ്രവ്യനാമം. ക്രിയാനാമം എന്ന് പറഞ്ഞാൽ ക്രിയയിൽ നിന്നും ഉണ്ടാക്കുന്ന നാമം. ഓടുന്നു അല്ലെങ്കിൽ ഓടുക എന്ന ക്രിയയിൽ നിന്നുണ്ടാക്കുന്ന നാമമാണ് ഓട്ടം. ചാടുക എന്ന ക്രിയയിൽ നിന്നുണ്ടാക്കുന്ന നാമമാണ് ചാട്ടം. ഉറങ്ങുക എന്ന ക്രിയയിൽ നിന്നുണ്ടാക്കുന്ന നാമമാണ് ഉറക്കം. തിന്നുക എന്ന ക്രിയയിൽ നിന്നുണ്ടാക്കുന്ന നാമമാണ് തീറ്റ. ഇങ്ങനെ ക്രിയയിൽ നിന്നും ഉണ്ടാക്കുന്ന നാമമാണ് ക്രിയാനാമം. ഗുണനാമമാകട്ടെ വിശേഷണത്തിൽ നിന്നും ഉണ്ടാക്കുന്ന നാമം. ഉദാഹരണം: അഴക്, ഭംഗി, സാമർഥ്യം, ഇവയൊക്കെ ഗുണനാമത്തിന് ഉദാഹരണമാണ്. എന്തൊക്കെ നമ്മൾ പഠിച്ച? ശബ്ദത്തെ രണ്ടായിട്ട് തരംതിരിച്ചിരിക്കുന്നു: വാചകം, ദ്യോതകം. തനിയെ നിൽക്കുമ്പോൾ അർത്ഥമുള്ള ശബ്ദം വാചകം, തനിയെ നിൽക്കുമ്പോൾ അർത്ഥമില്ലാത്തതും മറ്റു പദങ്ങളോട് ചേരുമ്പോൾ മാത്രം അർത്ഥമുള്ളതുമായ ശബ്ദം ദ്യോതകം. വാചകത്തെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു: നാമം, ക്രിയ, ഭേദകം. നാമം പറഞ്ഞു, സാധനത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ പേര്. ക്രിയ പ്രവൃത്തിയെ കുറിക്കുന്നു. ഭേദകമാകട്ടെ വിശേഷണം. നാമത്തെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു: ദ്രവ്യനാമം, ക്രിയാനാമം, ഗുണനാമം. ദ്രവ്യനാമം നാമം തന്നെയാണ്. ക്രിയാനാമം ക്രിയയിൽ നിന്നുണ്ടാക്കുന്ന നാമം, ഗുണനാമം വിശേഷണത്തിൽ നിന്നുണ്ടാക്കുന്ന നാമം. ഇനി ദ്രവ്യനാമത്തെ വീണ്ടും നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആദ്യത്തേത് സംജ്ഞാനാമം, രണ്ടാമത്തേത് സർവനാമം, മൂന്നാമത്തേത് സാമാന്യനാമം, നാലാമത്തേത് മേയനാമം. മേയനാമം പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, സർവനാമവും ചോദിക്കാറുണ്ട്, ചിലപ്പോൾ സംജ്ഞാനാമവും ചോദിക്കാറുണ്ട്. മേയനാമം മിക്കവാറും പരീക്ഷകളിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. എന്താണ് ഓരോന്നും എന്ന് നോക്കുക. സംജ്ഞ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പേരാണ്.
ഒന്നിനെ കുറിക്കുന്ന അല്ലെങ്കിൽ ഒരു പേരിനെ കുറിക്കുന്ന നാമമാണ് സംജ്ഞാനാമം. അതെന്തുമാവാം. ഒരാളിൻ്റെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ പേരായ നാമമാണ് സംജ്ഞാനാമം. കോട്ടയം, രാമൻ, ഇതൊക്കെ സംജ്ഞാനാമത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ സംജ്ഞ എന്ന് വെച്ചാൽ പേര്, ഒന്നിനെ കുറിക്കുന്ന നാമം അല്ലെങ്കിൽ പേരിനെ കുറിക്കുന്ന നാമമാണ് സംജ്ഞാനാമം. സർവനാമം എന്നാൽ നാമത്തിന് പകരം നിൽക്കുന്ന നാമം. നമ്മൾ രാമൻ എന്നുള്ളതിന് നമ്മൾ അവൻ എന്ന് പറയും, സീത എന്നുള്ളതിന് നമ്മൾ അവൾ എന്ന് പറയും. അപ്പോൾ അവൻ, അവൾ, അത്, ഇവൻ, ഇവൾ, ഇത്, നീ, നിങ്ങൾ, അദ്ദേഹം, ഇതൊക്കെ സർവനാമത്തിന് ഉദാഹരണമാണ്. എപ്പോഴും നാമം തന്നെ ആവർത്തിക്കണമെന്നില്ല. ആദ്യം നമ്മൾ രാമൻ നല്ല കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ അടുത്ത വാക്യത്തിൽ നമ്മൾ രാമൻ എന്ന് ഉപയോഗിക്കേണ്ട. അവൻ നേരത്തെ ക്ലാസ്സിൽ വരും. നാമത്തിന് പകരം നിൽക്കുന്നതാണ് സർവനാമം. സർവനാമങ്ങൾ ഏതൊക്കെയാണ്? അവൻ, അവൾ, അത്, ഇവൻ, ഇവൾ, ഇത്, നീ, നിങ്ങൾ, ഇതൊക്കെ സർവനാമത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് സാമാന്യനാമം. സാമാന്യനാമം എന്ന് പറഞ്ഞാൽ ഒരു വർഗത്തെ പ്രതിനിധീകരിക്കുന്ന നാമം. മനുഷ്യൻ, ഉദാഹരണം നോക്കുക. മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു വർഗമാണ്. ആണുണ്ട്, പെണ്ണുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്, എല്ലാവരെയും ചേർത്താണ് നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്നത്. അതുപോലെ മൃഗം എന്ന് പറയുമ്പോൾ ഒരുപാട് മൃഗങ്ങളുണ്ട്, ആ വർഗത്തെയാണ് നമ്മൾ മൃഗം എന്ന് പറയുന്നത്. വൃക്ഷം, ഒരുപാട് വൃക്ഷങ്ങളുണ്ട്, ആ വർഗത്തെയാണ് നമ്മൾ വൃക്ഷം എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പേരിനെ കുറിക്കുന്ന, ഒന്നിനെ കുറിക്കുന്ന നാമത്തെ സംജ്ഞാനാമമെന്നും നാമത്തിന് പകരം നിൽക്കുന്നതിനെ സർവനാമമെന്നും ഒരു വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന നാമത്തെ സാമാന്യനാമം എന്നും പറയുന്നു. എന്നാൽ മേയനാമമാവട്ടെ ലിംഗവർണ്ണ വർഗ വ്യത്യാസത്തിൽ പെടാത്തത്. അത് ഏത് ലിംഗമാണെന്നോ ഏത് വർഗമാണെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ഏതാനും നാമങ്ങളുണ്ട്. സാധാരണ പ്രപഞ്ച ശക്തികളൊക്കെ മേയനാമത്തിൽ വരുന്നതാണ്. പഞ്ചഭൂതങ്ങളൊക്കെ മേയനാമത്തിൽ വരുന്നതാണ്. ആകാശം, കടൽ, മഴ, നിലാവ്, മഞ്ഞ്, അഗ്നി, ഇതൊക്കെ ഏത് ലിംഗത്തിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പൊ വർഗലിംഗ വ്യത്യാസത്തിൽ പെടുത്താൻ പറ്റാത്ത നാമങ്ങളാണ് മേയനാമം. ഒന്നുകൂടി നോക്കുക. സംജ്ഞാനാമം ഒന്നിനെ കുറിക്കുന്നു, സർവനാമം നാമത്തിന് പകരം നിൽക്കുന്നു, സാമാന്യനാമം ഒരു വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്നു, മേയനാമം വർഗലിംഗ വ്യത്യാസത്തിൽ പെടുത്താൻ പറ്റാത്തത്, പ്രപഞ്ച ശക്തികൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ നാമം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് ക്രിയ. ക്രിയ എന്നാൽ പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദം. ക്രിയയെ നമ്മൾക്ക് 8 ആയിട്ട് വേർതിരിക്കാം. സകർമ്മകം, അകർമ്മകം, കേവലം, പ്രയോജകം, കാരിതം, അകാരിതം, മുറ്റുവിന, പറ്റുവിന. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് 4 പറയാം. സകർമ്മകം, അകർമ്മകം 1. അങ്ങനെ അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് സകർമ്മകം അകർമ്മകം എന്ന് വേർതിരിച്ചിട്ടുള്ളത്. കേവലം, പ്രയോജകം, പ്രകൃതമനുസരിച്ച് ക്രിയയെ കേവലം, പ്രയോജകം എന്ന് വേർതിരിച്ചിരിക്കുന്നു. സ്വഭാവമനുസരിച്ച് കാരിതം, അകാരിതമെന്നും പ്രാധാന്യമനുസരിച്ച് മുറ്റുവിന, പറ്റുവിന എന്നും ക്രിയയെ വേർതിരിച്ചിരിക്കുന്നു. ഇത് സകർമ്മകം എന്നാൽ കർമ്മമുള്ള ക്രിയ സകർമ്മകം. എങ്ങനെ അറിയാം കർമ്മമുണ്ടോ ഇല്ലേ എന്നൊക്കെ? എങ്ങനെ അറിയുന്നത്? ക്രിയയോട് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിച്ച് അർത്ഥം കിട്ടുന്നുണ്ടെങ്കിൽ അത് സകർമ്മകമാണ്. ഉദാഹരണം, അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്നു. ക്രിയ ഏതാണ്? പഠിപ്പിക്കുന്നു. ഈ പഠിപ്പിക്കുന്നു എന്ന ക്രിയയോട് നമ്മൾ ആരെ പഠിപ്പിക്കുന്നു, എന്തിനെ പഠിപ്പിക്കുന്നു? ആരെ പഠിപ്പിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നു, കുട്ടികളെ. അപ്പോൾ അത് സകർമ്മക ക്രിയയാണ്. സ എന്ന് പറയുന്ന അക്ഷരം കണ്ടാൽ തന്നെ നമുക്കറിയാം കർമ്മത്തോട് കൂടിയത്, സകർമ്മകം, കർമ്മത്തോട് കൂടിയത്. കർമ്മം കിട്ടുന്നത് ക്രിയയോട് ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് ചോദിക്കുക. ഉത്തരം കിട്ടിയാൽ സകർമ്മകം, ഉത്തരമില്ലെങ്കിൽ അകർമ്മകം. പക്ഷി പറക്കുന്നു. ആരെ പറക്കുന്നു? ഉത്തരവില്ല. ആര് പറക്കുന്നു എന്നല്ല, ആരെ പറക്കുന്നു? ഉത്തരവില്ല. എന്തിനെ പറക്കുന്നു? ഉത്തരമില്ല. അപ്പോൾ അത് അകർമ്മക ക്രിയയാണ്. അപ്പൊ കർമ്മമുള്ളത് സകർമ്മകം, കർമ്മമില്ലാത്തത് അകർമ്മകം. അർത്ഥമനുസരിച്ചാണ് ക്രിയയെ സകർമ്മകമെന്നും അകർമ്മകമെന്നും വേർതിരിച്ചിട്ടുള്ളത്. അടുത്തത് കേവലം. നമ്മൾ തനിയെ ചെയ്യുന്ന ക്രിയകളെല്ലാം കേവലം. എന്തൊക്കെ നമ്മൾ തനിയെ ചെയ്യും? നടക്കുന്നു, പഠിക്കുന്നു, പാടുന്നു, ഓടുന്നു,
ഇതൊക്കെ തനിയെ ചെയ്യുന്ന ക്രിയകളാണ്. ഇങ്ങനെ തനിയെ ചെയ്യുന്ന ക്രിയകളെല്ലാം കേവലം. എന്നാൽ മറ്റൊരാളുടെ പ്രേരണയോടുകൂടി ചെയ്യുന്നത് പ്രയോജകം. ഇതൊക്കെ എന്താകും? പ്രേരണയോടുകൂടി ചെയ്യുമ്പോൾ നടക്കുന്നു എന്നുള്ളത് നടത്തിക്കുന്നു ആകും. പഠിക്കുന്നു എന്നുള്ളത് പഠിപ്പിക്കുന്നു എന്നാകും. പാടുന്നു എന്നുള്ളത് പാടിപ്പിക്കുന്നു, ഓടുന്നു എന്നുള്ളത് ഓടിക്കുന്നു. അപ്പൊ തനിയെ ചെയ്യുന്ന ക്രിയകളെല്ലാം കേവലം, മറ്റൊരാളുടെ പ്രേരണയാൽ ചെയ്യുന്നത് പ്രയോജകം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രകൃതം അനുസരിച്ചാണ് കേവലം പ്രയോജകം. പ്രകൃതം കേവലം പ്രയോജകം, ഓർത്തിരിക്കുക. ഇനി കാരിതം അകാരിതം. സ്വഭാവം അനുസരിച്ചാണ് കാരിതം അകാരിതം എന്ന് വേർതിരിച്ചിട്ടുള്ളത്. ഈ കേവല ക്രിയയിൽ, അതിനാണ് ഞാനിത് ഇവിടെ എഴുതിയത്, ഇതൊക്കെ കേവല ക്രിയയാണ്, നമ്മൾ തനിയെ ചെയ്യുന്ന ക്രിയയാണ്. ഇങ്ങനെയുള്ള കേവല ക്രിയയിൽ ഈ കൂ ചേർന്ന് വരുന്നതെല്ലാം കാരിതം, കൂ ചേരാത്തത് അകാരിതം. എന്നോട് ശ്രദ്ധിക്കുക. തനിയെ ചെയ്യുന്ന ക്രിയകളെല്ലാം കേവലം. കേവല ക്രിയയിൽ ഇക്കു ചേർന്ന് വരുന്നത് കാരിതം, ഇക്കു ചേരാത്തത് അകാരിതം. പ്രയോജന ക്രിയ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും ഇക്കു ഉണ്ട്. പാടിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു, ഓടിക്കുന്നു, ഇതിലെല്ലാം ഇക്കു ഉണ്ട്. എന്നാൽ കേവല ക്രിയയിൽ എല്ലാത്തിലും കൂ ഇല്ല. കേവല ക്രിയയിൽ കൂ ഉള്ളതെല്ലാം കാരിതം, കൂ ഇല്ലാത്തത് അകാരിതം. ഒന്നുകൂടി നോക്കുക. കർമ്മമുള്ളത് സകർമ്മകം, കർമ്മമില്ലാത്തത് അകർമ്മകം, തനിയെ ചെയ്യുന്നത് കേവലം, മറ്റൊരാളുടെ പ്രേരണയോടുകൂടി ചെയ്യുന്നത് പ്രയോജനം. കേവല ക്രിയയിൽ കു ഉള്ളത് കാരിതം, കു ഇല്ലാത്തത് അകാരിതം. ആറെണ്ണം മനസ്സിലായല്ലോ. സകർമ്മകം അകർമ്മകം അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ, കേവലം പ്രയോജകം പ്രകൃതത്തിന്റെ അടിസ്ഥാനത്തിൽ, കാരിതം അകാരിതം സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ. ലാസ്റ്റ് വൺ, മുറ്റുവിന പറ്റുവിന. പ്രാധാന്യമനുസരിച്ച് ക്രിയയെ വേർതിരിച്ചിട്ടുള്ളതാണ് മുറ്റുവിന എന്നും പറ്റുവിന എന്നും. മുറ്റുവിന എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥമുള്ള ക്രിയ. ആ ക്രിയ പൂർണ്ണമായ അർത്ഥമുണ്ടാകും നമുക്ക്. കണ്ടു, പഠിച്ചു, പൂർണ്ണക്രിയകളാണ്. വരച്ചു, ഇതെല്ലാം മുറ്റുവിനയാണ്. കണ്ടു, പഠിച്ചു, വരച്ചു. എന്നാൽ കണ്ട, പഠിച്ച, വരച്ച ഇതെല്ലാം അപൂർണക്രിയയാണ്. അതാണ് പറ്റുവിന. വേറെ എന്തിൻ്റെയെങ്കിലും കൂടെ ചേർന്നാലേ ഇതിനർത്ഥമുള്ളൂ. കണ്ട സിനിമ, പഠിച്ച പാഠം, വരച്ച ചിത്രം, അങ്ങനെ ചേർന്ന് നിന്നാലേ അർത്ഥമുള്ളൂ, പറ്റി നിന്നാലേ അർത്ഥമുള്ളൂ. അതാണ് പറ്റുവിന. എന്നാൽ പൂർണ്ണമായ അർത്ഥം കിട്ടുന്ന ക്രിയകളാണ് മുറ്റുവിന. പൂർണ്ണമായ അർത്ഥമില്ലാത്തത് അപൂർണമായ ക്രിയയാണ് പറ്റുവിന. നോക്കുക. ക്രിയയെ 8 തരംതിരിച്ചിരിക്കുന്നു. ആദ്യത്തേത് സകർമ്മകം, രണ്ടാമത്തേത് അകർമ്മകം, കേവലം, പ്രയോജകം, കാരിതം, അകാരിതം, മുറ്റുവിന, പറ്റുവിന. ക്ലിയർ ആയി കാണുമല്ലോ. അപ്പൊ മുറ്റുവിന പറ്റുവിന എന്ന് നമ്മൾ ക്രിയയെ വേർതിരിച്ചു. ഇനി പറ്റുവിനയെ വീണ്ടും 2 വേർതിരിച്ചിട്ടുണ്ട്. പേരച്ചം, വിനയച്ചം. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് വിനയച്ചം, ശ്രദ്ധിച്ചിരിക്കുക. പേരച്ചം, വിനയച്ചം. പേരച്ചം എന്നാൽ പേരിനോട് അല്ലെങ്കിൽ നാമത്തിനോട് ചേർന്ന് നിൽക്കുന്ന അപൂർണക്രിയ. നമ്മൾ പഠിക്കുന്നത് അപൂർണക്രിയയാണല്ലോ. പറ്റുവിന എന്ന് പറഞ്ഞാൽ അപൂർണക്രിയയാണ്. പേരച്ചം എന്നാൽ പേരിനോട് അല്ലെങ്കിൽ നാമത്തിനോട് ചേർന്ന് നിൽക്കുന്ന അപൂർണക്രിയ. അപ്പൊ പേരച്ചത്തിൽ ഒരു നാമവും ഉണ്ടാവും, ഒരു അപൂർണക്രിയയും ഉണ്ടാവും. ഉദാഹരണം, കരയുന്ന കുട്ടി. കരയുന്ന എന്ന് പറയുന്ന അപൂർണക്രിയയാണ്, കുട്ടി എന്ന് പറയുന്ന നാമമാണ്. അപ്പൊ കരയുന്ന കുട്ടി, ഓടുന്ന മുയൽ, ആടുന്ന മയിൽ, ഓടുന്ന വണ്ടി, അലറുന്ന കടൽ. ഇതിലൊക്കെ എന്തുണ്ട്? നാമവുമുണ്ട്, അപൂർണക്രിയയുമുണ്ട്. അപ്പോൾ ഒരു പേരിനോട് അല്ലെങ്കിൽ നാമത്തോട് ചേർന്ന് നിൽക്കുന്ന അപൂർണക്രിയയാണ് പേരച്ചം. എന്നാൽ വിനയച്ചമാകട്ടെ ഒരു പൂർണ്ണക്രിയയ്ക്ക് കീഴടങ്ങി നിൽക്കുന്ന അപൂർണക്രിയ. നമ്മൾ പഠിക്കുന്നത് അപൂർണക്രിയയെ കുറിച്ചാണ്. അപ്പോൾ അതിലൊരു വിനയച്ചത്തിൽ ഒരു അപൂർണക്രിയയും ഉണ്ടാകും, ഒരു പൂർണ്ണക്രിയയും ഉണ്ടാകും. പേരച്ചത്തിലാകട്ടെ ഒരു നാമവും ഉണ്ടാകും, അപൂർണക്രിയയും ഉണ്ടാകും. നമ്മൾ പഠിക്കുന്നത് പറ്റുവിനയാണ്. അപ്പോൾ അപൂർണക്രിയ എന്തായാലും ഉണ്ട്. വിനയച്ചം എന്നാൽ ഒരു പൂർണ്ണക്രിയയ്ക്ക് കീഴടങ്ങി നിൽക്കുന്ന അപൂർണക്രിയയാണ് വിനയച്ചം. ഉദാഹരണം, ഓടി വന്നു. വന്നു എന്ന് പറയുന്ന പൂർണ്ണക്രിയ. ഓടി വന്നു,
അത് വിനയച്ചത്തിന് ഉദാഹരണമാണ്. ചാടിപ്പോയി, വന്ന് കണ്ടു. മനസ്സിലായോ? രണ്ട് ക്രിയകളുണ്ടാകും. രണ്ട് ക്രിയകളിൽ ഒന്ന് അപൂർണക്രിയയും മറ്റൊന്ന് പൂർണ്ണക്രിയയുമായിരിക്കും. അതാണ് വിനയച്ചം. വിനയച്ചത്തെ കുറിച്ച് കൂടുതൽ അറിയേണ്ടതുണ്ട്. വിനയച്ചത്തെ 5 തരംതിരിച്ചിരിക്കുന്നു. പേരുകൾ പഠിക്കാൻ എളുപ്പമാണ്. മുൻ, പിൻ, തൻ, നടു, പാക്ഷികം. മുൻ, പിൻ, തൻ, നടു, പാക്ഷികം. മുൻ വിനയച്ചം, പിൻ വിനയച്ചം, തൻ വിനയച്ചം, നടു വിനയച്ചം, പാക്ഷിക വിനയച്ചം. പേരുകൾ ഒന്നുകൂടി ഓർക്കുക. മുൻപിൻ എളുപ്പമാണല്ലോ. മുൻപിൻ, തൻ, നടു, പാക്ഷികം. മുൻ വിനയച്ചം ഒരു ഭൂതകാല ക്രിയയായിരിക്കും. ഭൂതകാലം എന്ന് വെച്ചാൽ എന്താ? കഴിഞ്ഞു പോയ കാലത്തെ സൂചിപ്പിക്കും. അതൊരു സമൃദ്ധോകാരം കൂടി ഉണ്ടാവും. സമൃദ്ധോകാരം, ഭാഷാശാസ്ത്രത്തിലെ സമൃദ്ധോകാരം ഇതാണ്, ചന്ദ്രക്കല. അപ്പോ കരഞ്ഞു എന്നുള്ള ക്രിയയുടെ മുൻവിനയച്ചം കരഞ്ഞ്, പിരിഞ്ഞു, പിരിഞ്ഞ്, അല്ലെങ്കിൽ പിരിയുക, പിരിഞ്ഞ്, ഓർക്കുക, ഓർത്ത്, ഇരിക്കുക, ഇരുന്ന്. ഇതാണ് മുൻവിനയച്ചം. പിൻവിനയച്ചത്തിന്റെ പ്രത്യയം ആൻ ആണ്. അപ്പൊ കരഞ്ഞ്, കരഞ്ഞ് എന്നത് മുൻവിനയച്ചമാണെങ്കിൽ പിൻവിനയച്ചം എന്തായിരിക്കും? ആൻ പ്രത്യയം വരുമ്പോൾ കരയാൻ. പിരിഞ്ഞാണെങ്കിലോ പിരിയാൻ. ഓർത്താണെങ്കിലോ ഓർക്കാൻ. ഇരുന്നാണെങ്കിലോ ഇരിക്കാൻ. ആൻ ആണ് പിൻവിനയച്ചത്തിന്റെ പ്രത്യയം. എന്നാൽ തൻ വിനയച്ചത്തിന്റെ പ്രത്യയം അവേ ആണ്. അപ്പൊ എന്താകും? കരയവേ, കരയവേ. പിരിഞ്ഞാണെങ്കിൽ എന്താകും? പിരിയവേ. ഓർത്താണെങ്കിൽ എന്താകും? ഓർക്കവേ. അപ്പൊ മുൻവിനയച്ചം ഭൂതകാല ക്രിയയാണ്, സമൃദ്ധോകാരം ഉണ്ടാകും. പിൻവിനയച്ചം ആൻ ആണ്. തൻ വിനയച്ചം അവേ ആണ്. നടുവിനയച്ചത്തിന് 3 പ്രത്യയങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യയം ചേർന്ന് വരിക. ഒന്നുകിൽ ആ, അല്ലെങ്കിൽ ക, അല്ലെങ്കിൽ ഉഗ. 3 തരത്തിലും നമുക്ക് എഴുതാം. പറ, പറക, പറയുക. ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ മതി. കരഞ്ഞാണെങ്കിൽ എന്താകും? കരയുക. പിരിഞ്ഞാണെങ്കിൽ എന്താകും? പിരിയുക. ഓർത്താണെങ്കിൽ എന്താകും? ഓർക്കുക. നടുവിനയച്ചം ആ, ക, ഉഗ എന്നിവയാണ് പ്രത്യയങ്ങൾ. പാക്ഷിക വിനയച്ചമാകട്ടെ ഇൽ, ഉകിൽ, എങ്കിൽ ഒരു ക്രിയ നടക്കുന്ന പക്ഷം എന്ന് സൂചിപ്പിക്കുന്നതാണ് പാക്ഷിക വിനയച്ചം. അപ്പൊ കരഞ്ഞെന്ന് ഉള്ളത് എന്താകും? കരയുകിൽ, അല്ലെങ്കിൽ കരഞ്ഞെങ്കിൽ. ഓർത്താ എന്താകും? ഓർത്തെങ്കിൽ, അല്ലെങ്കിൽ ഓർക്കുകിൽ. പിരിഞ്ഞെന്താകും? പിരിയുകിൽ, അല്ലെങ്കിൽ പിരിഞ്ഞെങ്കിൽ. അതാണ് പാക്ഷിക വിനയച്ചം. ഒന്നുകൂടി നോക്കുക. നമ്മൾ ക്രിയയെ 8 തരംതിരിച്ചിരിക്കുന്നു. സകർമ്മകം, അകർമ്മകം, കേവലം പ്രയോജകം, കാരിതം, അകാരിതം, മുറ്റുവിന, പറ്റുവിന. സകർമ്മകം കർമ്മമുള്ളത്, അകർമ്മകം കർമ്മമില്ലാത്തത്. കേവലം തനിയെ ചെയ്യുന്നതെല്ലാം കേവലം. മറ്റൊരാളുടെ പ്രേരണയോടുകൂടി ചെയ്യുന്നത് പ്രയോജകം. കേവലക്രിയയിൽ കു വരുന്നത് കാരിതം. കേവലക്രിയയിൽ കു ഇല്ലാത്തത് അകാരിതം. പൂർണ്ണക്രിയകളെല്ലാം മുറ്റുവിന, അപൂർണക്രിയകളെല്ലാം പറ്റുവിന. പറ്റുവിനയെ വീണ്ടും പേരച്ചമെന്നും വിനയച്ചമെന്നും വേർതിരിച്ചിരിക്കുന്നു. പേരിനോട്, നാമത്തോട് ചേർന്ന് നിൽക്കുന്ന അപൂർണക്രിയ പേരച്ചം. കരയുന്ന കുട്ടി, ഓടുന്ന മാൻ. വിനയച്ചം എന്നാൽ പൂർണ്ണക്രിയയ്ക്ക് കീഴടങ്ങി നിൽക്കുന്ന അപൂർണക്രിയ. ഓടി വന്നു. ഈ വിനയച്ചത്തെ 5 തരംതിരിച്ചിരിക്കുന്നു. മുൻ, പിൻ, തൻ, നടു, പാക്ഷികം. മുൻവിനയച്ചം ഭൂതകാല ക്രിയയാണ്, സമൃദ്ധോകാരമുണ്ടാവാം. പിൻവിനയച്ചത്തിന്റെ പ്രത്യയം ആൻ ആണ്. തൻ വിനയച്ചം അവേ ആണ്. നടുവിനയച്ചം ആ, ക, ഉഗ. കാണാതെ പഠിക്കുക. പിൻവിനയച്ചം ആൻ, തൻ വിനയച്ചം അവേ, നടുവിനയച്ചം ആ, ക, ഉഗ. പാക്ഷിക വിനയച്ചം ഒരു ക്രിയ നടക്കുന്ന പക്ഷം. ഇൽ, ഉകിൽ, ആൽ, എങ്കിൽ. ഇങ്ങനെ ക്രിയ നടക്കുന്ന പക്ഷം എന്ന് ദ്യോതിപ്പിക്കുന്ന പ്രത്യയങ്ങൾ ചേർന്നാൽ പാക്ഷിക വിനയച്ചം. അടുത്തത് ഭേദകം. ഭേദകം എന്നാൽ വിശേഷണം എന്നർത്ഥം. ഈ ഭേദകത്തെ 3 തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് നാമവിശേഷണം,
2 ക്രിയാവിശേഷണം, 3 വിശേഷണ വിശേഷണം. പേരിൽ തന്നെയുണ്ട് അർത്ഥം. നാമവിശേഷണം എന്നാൽ നാമത്തെ വിശേഷിപ്പിക്കുക. ചെറിയ കുട്ടി, ചെന്താമര, നീലാകാശം. ക്രിയാവിശേഷണം ക്രിയയെ വിശേഷിപ്പിക്കുന്നു. പതുക്കെ നടന്നു, വേഗത്തിൽ ഓടി. വിശേഷണ വിശേഷണം എന്നാൽ വിശേഷണത്തെ ഒന്നുകൂടി വിശേഷിപ്പിക്കുക. തീരെ ചെറിയ കുട്ടി, വളരെ നല്ല പാട്ട്. മനസ്സിലായോ? നാമവിശേഷണം നാമത്തെ വിശേഷിപ്പിക്കുന്നു, ക്രിയാവിശേഷണം ക്രിയയെ വിശേഷിപ്പിക്കുന്നു, വിശേഷണ വിശേഷണം വിശേഷണത്തെ ഒന്നുകൂടി വിശേഷിപ്പിക്കുന്നു. നാമവിശേഷണത്തിന് ഉദാഹരണമാണ് ചെന്താമര, ക്രിയാവിശേഷണത്തിന് ഉദാഹരണമാണ് ഉറക്കെ പറഞ്ഞു, വിശേഷണ വിശേഷണത്തിന് ഉദാഹരണമാണ് തീരെ ചെറിയ കുട്ടി. ഭേദകത്തിന് 7 പിരിവുകൾ കൂടിയുണ്ട്. ആദ്യത്തേത് ശുദ്ധം, രണ്ടാമത്തേത് സാഖ്യം, മൂന്നാമത്തേത് പാരിമാണികം, നാലാമത്തേത് വിഭാവകം, 5 സാർവനാമികം, 6 ക്രിയാങ്കജം, 7 നാമാങ്കജം. പേരുകൾ പഠിക്കുക. ശുദ്ധം, സാഖ്യം, പാരിമാണികം, വിഭാവകം, സാർവനാമികം, നാമാങ്കജം, ക്രിയാങ്കജം. ശുദ്ധം, സാഖ്യം, പാരിമാണികം, വിഭാവകം, സാർവനാമികം, ക്രിയാങ്കജം, നാമാങ്കജം. ശുദ്ധം എന്താന്ന് നോക്കുക. നാമത്തോട് പറ്റി നിന്നുകൊണ്ട് നാമത്തെ വിശേഷിപ്പിക്കുന്നു. ആ വിശേഷണം തനിയെ നിന്നാൽ അതിനർത്ഥമില്ല. എന്നാൽ നാമത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിനർത്ഥം വരികയും ചെയ്യുന്നു. ഇങ്ങനെ നാമത്തോട് പറ്റി നിൽക്കുന്ന ഏതാനും വാക്കുകളാണ് ചെം, ചെറു, നറു, തിരു, വൻ, പൊൻ. ഇവയൊക്കെ തനിയെ നിൽക്കുമ്പോൾ അർത്ഥമില്ല. എന്നാൽ ചെമ്മാനം, ചെങ്കൊടി, ചെറുപയർ, ചെറുനാരങ്ങ, ചെറുതേൻ, നറുനെയ്യ്, നറുമലർ, തിരുമുറ്റം, തിരുവനന്തപുരം, തിരുമേനി, വൻകുടൽ, വൻപയർ, വൻതേൻ, പൊന്നോണം, പൊന്മാൻ. ഇങ്ങനെ ചെം, ചെറു, നറു, തിരു, വൻ, പൊൻ എന്നിവ നാമത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുമ്പോൾ അതിനെ നമ്മൾ ശുദ്ധം എന്ന് പറയും. പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? ശുദ്ധം, സാഖ്യം, പാരിമാണികം, വിഭാവകം ഏതെങ്കിലും തരും. ശുദ്ധമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ എളുപ്പമാണ്. ഈ പ്രത്യയങ്ങൾ ഓർത്തിരിക്കുക. ചെം, ചെറു, നറു, തിരു, വൻ, പൊൻ. തന്നെയല്ല, അത് നാമത്തോട് പറ്റി നിന്നുകൊണ്ടാണ് നാമത്തെ വിശേഷിപ്പിക്കുന്നത്. തനിയെ നിന്നാൽ അതിനർത്ഥവുമില്ല. മനസ്സിലായല്ലോ? എന്നാൽ സാഖ്യം എന്നാൽ ആദ്യ പദം സംഖ്യയായിരിക്കും. സംഖ്യ കൊണ്ടാണ് വിശേഷണം. ഉദാഹരണം പഞ്ചഭൂതം, ത്രിമൂർത്തി, സപ്തസാഗരം, സപ്താഹം. ഇതൊക്കെ സംഖ്യയാണ്. ത്രിമൂർത്തി, ത്രിമധുരം. ഇങ്ങനെ സംഖ്യ കൊണ്ട് വിശേഷിപ്പിച്ചാൽ സാഖ്യം. പാരിമാണികമാകട്ടെ, പാരിമാണികം എന്ന വാക്കിന്റെ അർത്ഥം അളവെന്നാണ്. പരിണാമം, മാറ്റം, പാരിമാണികം അളവ്. അളവിനെ കുറിക്കുന്ന വിശേഷണമാണ് എങ്കിൽ അതിനെയാണ് പാരിമാണികം. നാഴിയരി, ഉരിപ്പാൽ. മനസ്സിലായ? അളവാണ്. 3 മീറ്റർ തുണി, 2 കപ്പ് കാപ്പി. ഇവിടെ 2, 3 എന്ന് കാണുമ്പോഴേക്കും സാഖ്യം എന്ന് വിചാരിക്കരുത്. 2 കപ്പ് കാപ്പി എന്ന് പറയുന്ന അളവാണ്. 1 മീറ്റർ തുണി എന്ന് പറയുന്ന അളവാണ്. അത് തെറ്റാതെ നോക്കണം. പാരിമാണികം അളവിനെ കുറിക്കുന്നു. വിഭാവകം എന്ന് പറഞ്ഞാൽ സ്വഭാവമാണ്. തന്നെയല്ല, വിശേഷണ വിശേഷങ്ങൾക്കിടയിൽ ആയ അല്ലെങ്കിൽ ഉള്ള എന്ന പ്രത്യയം വരും. സുന്ദരനായ ബാലൻ, സൗന്ദര്യമുള്ള സ്ത്രീ, ധീരയായ വനിത. അത് സ്വഭാവത്തെ കാണിക്കുന്നു. മാത്രമല്ല, ആയ, ഉള്ള എന്ന പ്രത്യയം വിശേഷണ വിശേഷങ്ങൾക്കിടയിൽ വരും. സാർവനാമികം എന്ന് പറഞ്ഞാൽ ചുട്ടെഴുത്തുകളെ കൊണ്ട്. ചുട്ടെഴുത്ത് ഏതൊക്കെയാണ്? ആ, ഈ, എ എന്നിവയാണ് ചുട്ടെഴുത്തുകൾ. ചൂണ്ടി പറയുന്ന അതാണ് ആ, ഈ, എ. ഇവ കൊണ്ട് വിശേഷിപ്പിക്കുക. സർവനാമങ്ങളായിട്ട് വരുന്നത്, സർവനാമങ്ങൾ നമ്മൾ പഠിച്ചു. അവൻ, അവൾ, അത്, ഇവൻ, ഇവൾ, ഇത്. ഇതൊക്കെ സർവനാമങ്ങളാണ്. ആ കൊണ്ട് ഇടത്തെ വിശേഷിപ്പിച്ചാൽ എന്താവും? ആ കൊണ്ട് ഇടത്തെ വിശേഷിപ്പിച്ചാൽ
അവിടം അല്ലേ? ഈ കൊണ്ടിടത്തെ വിശേഷിപ്പിച്ചാലോ ഇവിടം. ഏ കൊണ്ടിടത്തെ വിശേഷിപ്പിച്ചാലോ എവിടം. അപ്പോ ആ കൊണ്ട് കാലത്തെ വിശേഷിപ്പിച്ചാലോ അക്കാലം. ഈ കൊണ്ട് വിശേഷിപ്പിച്ചാലോ ഇക്കാലം. ഇങ്ങനെ ആ ഈ എ എന്നിവ കൊണ്ട് വിശേഷിപ്പിച്ചാൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് സാർവനാമികം. ക്രിയാങ്കജവും നാമാങ്കജവും നമ്മൾ പഠിച്ചു. ക്രിയയെ വിശേഷിപ്പിക്കുന്നത് ക്രിയാങ്കജം, നാമത്തെ വിശേഷിപ്പിക്കുന്നത് നാമാങ്കജം. അപ്പോൾ 5 ശരിക്ക് പഠിച്ചാൽ മതി. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എളുപ്പമാണ്. ക്രിയയെ വിശേഷിപ്പിക്കുന്നത് എന്താ? ഉറക്കെ പറഞ്ഞു, വേഗത്തിൽ ഓടി. നാമാങ്കജം കറുത്ത കാക്ക, വെളുത്ത മുണ്ട്. മനസ്സിലായോ? അപ്പൊ എന്താണ് ഭേദകം ഒന്നുകൂടി നോക്കുക. ഭേദകം എന്നാൽ വിശേഷണം. ഭേദകത്തെ 3 തരംതിരിച്ചിരിക്കുന്നു. നാമവിശേഷണം, ക്രിയാവിശേഷണം, വിശേഷണ വിശേഷണം. നാമത്തെ വിശേഷിപ്പിക്കുന്നത് നാമവിശേഷണം, ക്രിയയെ വിശേഷിപ്പിക്കുന്നത് ക്രിയാവിശേഷണം, വിശേഷണത്തെ വിശേഷിപ്പിക്കുന്നത് വിശേഷണ വിശേഷണം. ഭേദകത്തിന് 7 പിരിവുകളുണ്ട്. ശുദ്ധം, സംഖ്യം, പാരിമാണികം, വിഭാവകം, സാർവനാമികം, ക്രിയാങ്കജം, നാമാങ്കജം. ശുദ്ധം എന്നാൽ നാമത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ചെം, ചെറു, നറു, തിരു, വൻ, പൊൻ എന്നിവ കൊണ്ട് നാമത്തെ വിശേഷിപ്പിക്കുക. ചെമ്മാനം, ചെറുപയർ, നറുനെയ്യ്, തിരുമല, വൻകടൽ, പൊന്നമ്പിളി. അതാണ് ശുദ്ധം. സാഖ്യം ആദ്യപദം സംഖ്യയായിരിക്കും. സംഖ്യയെ കൊണ്ടായിരിക്കും വിശേഷിപ്പിക്കുക. സംഖ്യ കൊണ്ട് വിശേഷിപ്പിക്കുന്ന പഞ്ചഭൂതം, ത്രിമൂർത്തി, നാൽക്കവല, ഇതൊക്കെ സാഖ്യമാണ്. 8 കാലി, ഇതൊക്കെ സാഖ്യമാണ്. പാരിമാണികം അളവാണ്. അളവിനെ കുറിക്കുന്നതാണ് പാരിമാണികം. നമ്മൾ നേരത്തെ പറഞ്ഞു നാഴിയരി, ഉരിപ്പാല്, ഒരു പിടി എള്ള്, ഇതൊക്കെ അളവിനെ കുറിക്കുന്നു. അപ്പൊ പാരിമാണികം എന്ന് പറയുന്നത് അളവിനെ കുറിക്കുന്നതാണ്. വിഭാവകം സ്വഭാവമാണ്. വിശേഷണ വിശേഷങ്ങൾക്കിടയിൽ ആയ അല്ലെങ്കിൽ ഉള്ള വരും. സുന്ദരനായ ബാലൻ, സൗന്ദര്യമുള്ള സ്ത്രീ, ധീരയായ വനിത, ഇതൊക്കെ വിഭാവകത്തിന് ഉദാഹരണമാണ്. സാർവനാമികം സർവനാമങ്ങളെ കൊണ്ട് വിശേഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ ചുട്ടെഴുത്തുകളെ കൊണ്ട് വിശേഷിപ്പിക്കുന്നു. ആ, ഈ, എ എന്നിവ ചുട്ടെഴുത്താണ്. സർവനാമങ്ങളാണ് ഏതൊക്കെ? അവൻ, അവൾ, അത്, ഇവൻ, ഇവൾ, ഇത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇടത്തെ നമ്മൾ ആ കൊണ്ട് വിശേഷിപ്പിച്ചാൽ അവിടം, ഇവിടം, എവിടം, അക്കാലം, ഇക്കാലം, എക്കാലം, ഇങ്ങനെ വന്നാൽ അത് സാർവനാമികമാണ്. ക്രിയാങ്കജം ക്രിയയെ വിശേഷിപ്പിക്കുന്നു, നാമാങ്കജം നാമത്തെ വിശേഷിപ്പിക്കുന്നു. ഇത്രയും ഭാഗം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറയാം. ശബ്ദത്തെ 2 തരംതിരിച്ചിരിക്കുന്നു. വാചകമെന്നും ദ്യോതകമെന്നും. വാചകം തനിയെ നിൽക്കുമ്പോൾ അർത്ഥമുള്ള ശബ്ദം വാചകം, തനിയെ നിൽക്കുമ്പോൾ അർത്ഥമില്ലാത്തതും മറ്റു പദങ്ങളുടെ കൂടെ ചേരുമ്പോൾ മാത്രം അർത്ഥമുള്ളതുമായ ശബ്ദം ദ്യോതകം. വാചകത്തെ 3 തരംതിരിച്ചിരിക്കുന്നു. നാമം, ക്രിയ, ഭേദകം. നാമം എല്ലാവർക്കും അറിയാം, പേരിനെ കുറിക്കുന്ന ശബ്ദം. സാധനത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ പേരായ ശബ്ദമാണ് നാമം. ക്രിയ പ്രവൃത്തിയെ കുറിക്കുന്നു. ഓടുന്നു, ചാടുന്നു, ഇരിക്കുന്നു, പഠിക്കുന്നു, നിൽക്കുന്നു, കേൾക്കുന്നു, ഒക്കെ ക്രിയയാണ്. ഭേദകം എന്നാൽ വിശേഷണം. നാമത്തെ ദ്രവ്യനാമമെന്നും ക്രിയാനാമമെന്നും ഗുണനാമമെന്നും വേർതിരിച്ചിരിക്കുന്നു. ദ്രവ്യനാമം നാമം തന്നെയാണ്, സാധനത്തിൻ്റെയോ സ്ഥലത്തിൻ്റെയോ വസ്തുവിൻ്റെയോ പേര്. ക്രിയാനാമം എന്ന് പറയുന്നത് ക്രിയയിൽ നിന്നും ഉണ്ടാക്കുന്ന നാമം. ഓടുക എന്ന ക്രിയയിൽ നിന്നുണ്ടാക്കുന്ന നാമമാണ് ഓട്ടം. ചാടുക എന്ന ക്രിയയിൽ നിന്നുണ്ടാക്കുന്ന നാമമാണ് ചാട്ടം. ഗുണനാമം വിശേഷണത്തിൽ നിന്നും ഉണ്ടാക്കുന്ന നാമം. അഴക്, ഭംഗി, സാമർഥ്യം. ഇനി ദ്രവ്യനാമത്തെ 4 തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? സംജ്ഞാനാമം, സർവനാമം, സാമാന്യനാമം, മേയനാമം. സംജ്ഞ എന്നാൽ പേര്, ഒന്നിനെ കുറിക്കുന്ന പേര്, അതാണ് സംജ്ഞാനാമം. സർവനാമം നാമത്തിന് പകരം നിൽക്കുന്നത്. സാമാന്യനാമം ഒരു വർഗത്തെ പ്രതിനിധീകരിക്കുന്നത്. മേയനാമം ലിംഗവർഗ വ്യത്യാസത്തിൽപ്പെടുത്താൻ പറ്റാത്തത്. ആകാശം, മിന്നൽ, ഭൂമി, പഞ്ചഭൂതങ്ങളിലെല്ലാം, പഞ്ചഭൂതമെല്ലാം മേയനാമത്തിൽ വരുന്നതാണ്. മഞ്ഞ്, നിലാവ്, വെയില്, മഴ, ഇതൊക്കെ മേയനാമത്തിന് ഉദാഹരണമാണ്. അടുത്തത് ക്രിയ. പ്രവൃത്തിയെ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ. ക്രിയയെ 8 തരംതിരിച്ചിരിക്കുന്നു. സകർമ്മകം, അകർമ്മകം,
കേവലം പ്രയോജകം, കാരിതം അകാരിതം, മുറ്റുവിന പറ്റുവിന. കർമ്മമുള്ളത് സകർമ്മകം, കർമ്മമില്ലാത്തത് അകർമ്മകം. തനിയെ ചെയ്യുന്നത് കേവലം, മറ്റൊരാളുടെ പ്രേരണയാൽ ചെയ്യുന്നത് പ്രയോജകം. കേവലക്രിയയിൽ കൂ വരുന്നത് കാരിതം, കേവലക്രിയയിൽ കൂ ഇല്ലാത്തത് അകാരിതം. പൂർണ്ണക്രിയകളെല്ലാം മുറ്റുവിന, അപൂർണക്രിയകളെല്ലാം പറ്റുവിന. ഈ പറ്റുവിനയെ വീണ്ടും രണ്ടായിട്ട് വേർതിരിച്ചിരിക്കുന്നു, പേരച്ചമെന്നും വിനയച്ചമെന്നും. പേരിനോട് ചേർന്ന് നിൽക്കുന്ന അപൂർണക്രിയ പേരച്ചം, അല്ലെങ്കിൽ നാമത്തോട് ചേർന്ന് നിൽക്കുന്ന അപൂർണക്രിയ പേരച്ചം. കരയുന്ന കുട്ടി, ഓടുന്ന മാൻ, ഒഴുകുന്ന പുഴ. വിനയച്ചം എന്താണ്? പൂർണ്ണക്രിയയ്ക്ക് കീഴടങ്ങി നിൽക്കുന്ന അപൂർണക്രിയ. ഓടി വന്നു. ഈ വിനയച്ചത്തെ വീണ്ടും 5ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. മുൻ, പിൻ, തൻ, നടു, പാക്ഷിക. ഭൂതകാല ക്രിയയാണ് മുൻവിനയച്ചം. പിൻവിനയച്ചം എന്ന് പറയുന്നത് ആൻ ആണ് അതിന്റെ പ്രത്യയം. തൻവിനയച്ചത്തിന്റെ പ്രത്യയം അവയാണ്. നടുവിനയച്ചത്തിന്റെ പ്രത്യയം ആ, ക, ഉക എന്നാണ്. പാക്ഷിക വിനയച്ചം ഇൽ, ഉകിൽ, ആൽ, എങ്കിൽ, ഒരു ക്രിയ നടക്കുന്ന പക്ഷം എന്നർത്ഥം വരുന്നത്. അടുത്തതാണ് ഭേദകം. ഭേദകം വിശേഷണം 3ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു. നാമവിശേഷണം, ക്രിയാവിശേഷണം, വിശേഷണ വിശേഷണം. നാമത്തെ വിശേഷിപ്പിക്കുന്നത് നാമവിശേഷണം, ക്രിയയെ വിശേഷിപ്പിക്കുന്നത് ക്രിയാവിശേഷണം, വിശേഷണത്തെ ഒന്നുകൂടി വിശേഷിപ്പിക്കുന്നത് വിശേഷണ വിശേഷണം. ഭേദകത്തിന് 7 പിരിവുകളുണ്ട്. ശുദ്ധം, സാഖ്യം, പാരിമാണികം, വിഭാവകം, സാർവനാമികം, ക്രിയാങ്കജം, നാമാങ്കജം. ശുദ്ധം എന്താണ്? ചെം, ചെറു, നറു, തിരു, വൻ, പൊൻ എന്നിവ ചേർന്ന് വരിക, നാമത്തോട് ചേർന്ന് നിൽക്കുക. സാഖ്യം സംഖ്യ കൊണ്ട് വിശേഷിപ്പിക്കുക. പാരിമാണികം അളവിനെ കുറിക്കുന്നു. ഇടങ്ങഴിപ്പയർ, ഉരിപ്പാൽ, ഒരു പിടി എള്ള്. വിഭാവകം സ്വഭാവത്തെ കുറിക്കുന്നു, അല്ലെങ്കിൽ ആയ അല്ലെങ്കിൽ ഉള്ള എന്ന് ചേർന്ന് വരിക. സാർവനാമികം സർവനാമങ്ങളിൽ നിന്നുണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആ, ഈ, എ എന്നിവയിൽ അക്കാലം, ഇക്കാലം, അവിടം, ഇവിടം. ക്രിയാങ്കജം ക്രിയയെ വിശേഷിപ്പിക്കുന്നത്, നാമാങ്കജം നാമത്തെ വിശേഷിപ്പിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആവർത്തിച്ച് പഠിക്കുക. പഠിച്ചതിന് ശേഷം നിങ്ങൾ ചാർട്ട് എഴുതുക. ചാർട്ട് നോക്കി നിങ്ങൾക്ക് പറയാൻ പറ്റണം. മറ്റൊരാളെ പഠിപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ പഠിക്കുക. അപ്പോൾ നമ്മൾക്കൊന്നും വിട്ടുകളയാൻ പറ്റില്ല. അങ്ങനെ ശ്രദ്ധിച്ച് പഠിച്ച് ചാർട്ട് എഴുതി ചാർട്ട് നോക്കി ആവർത്തിച്ച് പഠിച്ച് പഠിപ്പിക്കാൻ തയ്യാറായാൽ ഏത് ചോദ്യത്തിൻ്റെ ഉത്തരവും ഈ ഭാഗത്തു നിന്ന് നമ്മൾക്ക് എഴുതാൻ സാധിക്കും. നന്ദി, നമസ്കാരം.